ഹലോ മാഡം. ഡിവൈഎസ്പി ഐസക് സാർ അല്ലേ? അതെ മാഡം. ദേവിക മാഡം അല്ലേ? പറഞ്ഞോളൂ. ഋഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു മാൻ മിസ്സിംഗ് കേസ് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ മാഡം, കിട്ടിയിട്ടുണ്ട്. ഋഷിയുടെ അമ്മയാ പരാതിക്കാരി, ഒരു അരുന്ധതി മാഡം. എനിക്കറിയാം. കേസ് വൈകാതെ മാധ്യമങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അറിയാം മാഡം, ഞങ്ങൾ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ചത് കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അപ്പൊ എന്നെ അറിയിക്കണമെന്ന് പറയാനാ. തീർച്ചയായിട്ടും മാഡം, ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മാഡത്തെ അറിയിച്ചിരിക്കും. അതുപോലെ തന്നെ ഋഷിയെ കാണാതായതിന്റെ പുറകിൽ ക്രൈം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും മാഡം, ഈ കേസിൽ മാഡം കാണിക്കുന്ന ആത്മാർത്ഥതയിൽ സന്തോഷം അറിയിക്കുകയാണ്. മാഡത്തിന്റെ സഹകരണം അവസാനം വരെ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഉറപ്പായും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത് എന്റെ കൂടി ആവശ്യം. ശരി മാഡം, ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ദേവി, നീ ആരോട് സംസാരിച്ചേ? ഡിവൈഎസ്പി ഐസക് സാറിനോട്. നീ എന്തിനാ ദേവി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലവെക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യോ? ഏറ്റവും ആവശ്യമുള്ള കാര്യം നന്ദു ഇത്. ഋഷിയെ കാണാനില്ലെന്ന് പരാതി ചെന്നിരിക്കുക. അപ്പോ ആദ്യം സംശയിക്കുന്നത് ആരെയായിരിക്കും? ആരെയാ? അത് നന്ദുവിന് അറിയില്ലേ? നമ്മളെ. ആദ്യം നമ്മളെയായിരിക്കും പ്രതിസ്ഥാനത്ത് നിർത്തുന്നേ. അതിന് നമ്മളാണോ കുറ്റം ചെയ്തേ? കുറ്റം ചെയ്തോ ഇല്ലയോന്ന് കോടതിയില്ലേ തെളിയിക്കുക. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാലോ. സാഹചര്യങ്ങൾ വെച്ച് അമ്മയാകും ആദ്യം സംശയിക്കുന്നേ. അമ്മയ്ക്കാ ഋഷിയുമായിട്ട് ഡയറക്റ്റ് പ്രശ്നങ്ങളുള്ളത്. പിന്നെ നന്ദുനെ. എന്നെയാ? എന്നെ എന്തിനാ സംശയിക്കുന്നേ? ഞാനെന്ത് ചെയ്തു? ഞാൻ അവനെ തല്ലിയോ കൊന്നോ? നന്ദു, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നന്ദു ഋഷി ഒന്നും ചെയ്തിട്ടില്ലെന്ന് നന്ദുവിനും എനിക്കും അറിയാം. പിന്നെന്തിനാ എന്നെ സംശയിക്കുന്നു പറഞ്ഞേ? എന്തിനാണെന്ന്? മുൻപ് അമ്പലത്തിൽ വെച്ച് നന്ദു ഋഷിയെ തല്ലിയില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സ്വന്തം അമ്മയെ അവഹേളിച്ചവനോട് പക കാണുമെന്ന് നാട്ടുകാർ ഊഹിക്കുകയും പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്യും. അല്ലേ? നന്ദുവിന് അങ്ങനെ തോന്നുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ നിരപരാധികളാണെന്ന് സ്ഥാപിക്കേണ്ടത് നമ്മുടെ ആവശ്യം നന്ദു. പക്ഷെ ദേവി, എന്റെ അഭിപ്രായത്തില് നീ ഇതിലധികം ഇടപെടാതിരിക്കുന്ന നല്ലത്. അമ്മയ്ക്ക് ചിലപ്പോ ഇത് ഇഷ്ടമാണെന്നില്ല. അമ്മയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നന്ദു ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാ മതി. എല്ലാം കലങ്ങി തെളിഞ്ഞ് നമുക്ക് സന്തോഷമുള്ള ജീവിതം തുടങ്ങണം നന്ദു. ഒന്ന് തീരുമ്പോ അടുത്തൊരു പ്രശ്നം ഉണ്ടാവുക. അന്ന് തിരുമേനി വന്ന് പൂജ ചെയ്ത് നന്ദുന്റെ കയ്യിൽ ചരട് കെട്ടിയതോടെ എല്ലാ വിഷമവും തീരുമെന്ന് കരുതി സമാധാനിച്ചതാ. ഇപ്പതാ പുതിയൊരു തലവേദന. ഒക്കെ ഒന്ന് അവസാനിച്ച് കിട്ടിയാ മതി. നന്ദു ടെൻഷൻ ആവണ്ട. നമ്മളെന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല.